എൻ്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് മുതുകാട് സർ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ റെക്കോർഡ് ചെയ്തോന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഭാഷ എങ്ങനെയായിരുന്നു? അത് കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ ഡൗട്ട് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. തീർച്ചയായിട്ടും പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ പോലീസുമായി കേസുമായി ബന്ധപ്പെട്ട രീതിയിലോ ഞാനത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഒരിക്കലും ഈ മാജിക് പ്ലാന്റ് എന്ന് പറയുന്ന സ്ഥാപനം പൂട്ടണമെന്നോ അല്ലെങ്കിൽ മുതുകാട് സാറെ ശിക്ഷിക്കണമെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ നടക്കുന്ന സ്ഥാപനം പുറമേ നിന്ന് ആളുകൾ കാണുന്ന പോലെ ഒരു ഇമ്പാക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞല്ല, നിങ്ങൾക്ക് ആ രീതികൾ ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ പോയതാണെന്ന് എനിക്കറിയാം. എൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒക്ടോബർ 31 ഉണ്ടാക്കിയ കാരണം കാണിക്കൽ നോട്ടീസിലുള്ള കാരണങ്ങൾ സത്യമാണെങ്കിൽ ഒക്ടോബർ 31 രാത്രി സംസാരിക്കുമ്പോൾ എന്നോട് എന്തിനാണ് DS ഷാബിന് വേണമെങ്കിൽ വരാമെന്ന് പറയുന്നത്? അപ്പോൾ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ പോലും അവർ കൃത്രിമം കാണിച്ചിട്ടുണ്ട് ഡേറ്റിൽ. 5 വർഷം കൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം പരാതി കൊടുത്തില്ല? ഈ പത്രസമ്മേളനം വിളിച്ച് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു ഡിഫേമേഷന് പരാതി കൊടുക്കുന്നില്ല? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇത് പുറത്ത് കൊണ്ടുവരാൻ ഇത്രയും ദിവസത്തിൻ്റെ ആവശ്യം എന്താണ്? ആദ്യത്തെ ദിവസം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ റിട്ടേൺ യാത്രയുടെ ടിക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റേത് എടുത്തിട്ടുണ്ടായിരുന്നു. മുതുകാട് സാർ ഞാൻ കാണുന്നില്ലല്ലോ, എനിക്കറിയില്ല. മുതുകാട് സാറിന് രാവിലെയും ഷിഹാബിന് വൈകുന്നേരവുമായിരുന്നു ഫ്ലൈറ്റ്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ഞാൻ ചോദിച്ചു, റഹീമക്ക് എന്തിനു പണം കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. മുതുകാട് സാർ പലപ്പോഴും കാണുന്ന സമയത്ത് സാലറി കൊടുക്കാൻ പോലും സ്ഥാപനത്തിന് പൈസ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞാൻ നിരന്തരം പറയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ മുതുകാട് സാറിന് പൈസ കൊടുക്കുന്നതെന്ന്. ഞാൻ പലപ്പോഴും TV ഷോയിൽ വീൽ ചെയറില്ലാതെ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അത് ഒരു പ്രാവശ്യമാണ്. ഇത് ഒരു വർഷത്തോളം നിരന്തരം ഇങ്ങനെ നടന്നു തന്നെ വരണമെന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ്. അവിടെ എവിടെയാണ് ഒരു മാനസിക പരിഗണന വേണ്ടത്? ക്യാമറ ഉണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും. അദ്ദേഹം നമ്മുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, കുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ണിൽ കാണുന്നതല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കും മിസ്റ്റർ ഗോപിനാഥ് മുതുകാട്. വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ ഇത്രയും കാലം മുതുകാട് സാർ എന്ന് വിളിച്ചിരുന്നു, അതേ ഞാൻ തന്നെ പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുമോ? ശ്രീ മുതുകാട് നേതൃത്വം നൽകുന്ന ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കാനാണ് ശ്രീ CP ഷിഹാബ് നമുക്കൊപ്പം ഉള്ളത്. ഷിഹാബ്, നമസ്കാരം. നമസ്കാരം. ഫേസ്ബുക്കിൽ ഇപ്പോൾ ചിത്ര സിയാറിനെ പോലുള്ള ആൾക്കാരും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഷിഹാബിൻ്റെ പത്രസമ്മേളനം വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആ സമയത്ത് പ്രതികരിക്കാൻ തീരുമാനിച്ചത്? തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഇപ്പോൾ പറയണമെന്നൊരു തീരുമാനം വന്നത് എന്തുകൊണ്ടാണെന്ന്. തീർച്ചയായിട്ടും ചിത്ര മാഡത്തിൻ്റെ എഴുത്തുകൾക്ക് ശേഷം ഒരുപാട് അമ്മമാർ അവിടെ അനുഭവങ്ങൾ വന്ന് പറയുന്നുണ്ടായിരുന്നു. അവർക്കും ഉണ്ടായ സമാന അനുഭവങ്ങൾ. അപ്പോൾ അത് മുതുകാട് സാറ് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളും ലോകത്തോട് പറയണമെന്ന് തോന്നാൻ കാരണം. ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഈ അമ്മക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു അവസരം കിട്ടാത്തതിൻ്റെ വ്യക്തിവൈരാഗ്യത്തിന് പുറത്താണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് പറയാമായിരുന്നു, വലിയൊരു സ്ഥാപനമാണ്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്, അപ്പോൾ പോരായ്മകൾ ഉണ്ടാവും, തിരുത്തി മുന്നോട്ട് പോകണമെന്നൊരു കാര്യമായിരുന്നു അദ്ദേഹം പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ ഇന്നാരും അറിയാതെ ഞാനിവിടെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഇത് ഈ ഒരു സാഹചര്യം വന്നിട്ട് പോലും ഈ പറയുന്ന അമ്മമാരെ ഒറ്റപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് തന്നെയാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് എന്നോടും അദ്ദേഹം ചെയ്തിരുന്നത്. ഒന്നുകൂടെ ചോദിച്ചോട്ടെ, അതായത് നമ്മളിപ്പോൾ ഷിഹാബിന് അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു, വർഷങ്ങളെടുത്തു. അപ്പോൾ മുതുകാട് സാറ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്ന പ്രൊവോക്കേഷനിൽ സംസാരിക്കണമെങ്കിൽ അതിലെന്താണ് ഷിഹാബിന് പ്രൊവോക്ക് ചെയ്തതെന്ന് കൃത്യമായിട്ട് പറയാം. തീർച്ചയായിട്ടും. കാരണം ഈ അമ്മമാർ പറയുന്നതൊക്കെ അവരുടെ അനുഭവങ്ങളായിരിക്കാം. കാരണം ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്നതുകൊണ്ട് തന്നെ ഈ അമ്മമാരുടെ സംഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു യൂട്യൂബുകളിലൂടെയൊക്കെ. അതിനുശേഷം ഈ മുതുകാട് സാർ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് പോരായ്മകളാണെങ്കിൽ തിരുത്താമെന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന രീതിയിലേക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മമാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇവരുടെ അതേ സമാന അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ 5 വർഷങ്ങൾക്കോ 6 വർഷങ്ങൾക്കോ മുമ്പ് എൻ്റെ അനുഭവങ്ങൾ ഞാൻ വന്ന് പറഞ്ഞിരുന്നാലും ഈ അമ്മമാർ ഇന്ന് ഫേസ് ചെയ്യുന്ന അതേ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോവുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അമ്മമാർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അത് ഒരുപാട് ചിന്തിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ഒരുപാട് ആളുകളുമായി ഡിസ്കസ് ചെയ്തതിനടുത്ത് ശേഷമുള്ള തീരുമാനമാണ്. മുതുകാട് സാറിനെ പോലൊരു ആളുടെ അടുത്ത് പ്രതികരിക്കാൻ ഉള്ള ഷിഹാബിന്റെ പേടി എന്ന് ഷിഹാബ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പേടി എന്ന് പറയുമ്പോൾ സാമാന്യേന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ഫേസ് നമ്മൾ കണ്ടിട്ടില്ല. പുള്ളി ആ ഏരിയയിലും അല്ല വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ചാരിറ്റിയാണ് ചെയ്യുന്നത്, മുമ്പ് മാജിക് ചെയ്തിരുന്നു. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഈ പറയുന്ന ഭീഷണിയുടെ സ്വരമൊന്നും ഉപയോഗിക്കേണ്ട ഒരു സ്പേസിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കി എടുത്തേക്കുന്നത് ഷിഹാബ്? കാരണം ഞാൻ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, തനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോകാം, നിങ്ങളെ ആരെയും കണ്ടില്ല ഞാൻ ഈ ഒരു സ്ഥാപനം നടത്തുന്നത്, 100,000 ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ വഷളാവുന്ന സമയത്ത്, ഒരുപാട് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം എന്നെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ 100 പേര് വന്ന് പറഞ്ഞാലും ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല, പകരം നിന്നെക്കുറിച്ച് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നിനക്കെതിരെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾ എന്നോടൊപ്പം നിൽക്കും, എൻ്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് മുതുകാട് സർ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല നമുക്കറിയാം, ഞാനൊരു പരിമിതിയുള്ളൊരു മനുഷ്യനാണ്, ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ടാവും, എനിക്ക് മുന്നോട്ട് ശാരീരികമായി അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടാവും. പക്ഷെ അതിനേക്കാളും ആളുകളായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശരികൾക്കൊപ്പം നിൽക്കാൻ, അദ്ദേഹത്തെ ന്യായീകരിക്കാൻ നിൽക്കുന്ന ആളുകളും. അതുകൊണ്ട് ഇപ്പോൾ അമ്മമാർ ഫേസ് ചെയ്ത് അതേ പേടി തന്നെയാണ് ഞാൻ ഫേസ് ചെയ്തിരുന്നത്. അതിനും അപ്പുറത്തേക്ക് എന്നോട് പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, അദ്ദേഹത്തെ പോലെ ഒരു വലിയ വ്യക്തിയെ നിങ്ങൾ വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കാം. ഈ ഒരു പത്രസമ്മേളനം ഞാൻ എറണാകുളത്ത് വിളിക്കുന്ന സമയത്ത് ആ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന ഹാളിൽ ഒരു ചെയർ പോലും ഇടാൻ സ്ഥലം ബാക്കിയില്ലാതെ അത്രയും ആളുകളുണ്ടായിരുന്നു. 12-13 ക്യാമറകൾ ഉണ്ടായിരുന്നു. ഈ മുൻ നിരയിലുള്ള പത്രമാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പേടിക്കുന്നു? മുതുകാട് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്ര നിങ്ങൾ പറയുന്ന പോലെ ഒരു പേടിക്കേണ്ട ഇമേജ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സാമാന്യമായിട്ടുള്ള ഞാൻ പറയുന്ന ഈ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യാൻ ഈ പ്രധാന മാധ്യമങ്ങളൊക്കെ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ പേടി തന്നെയാണ് ഞാനും പേടിച്ചിരുന്നത്. ഈ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന മുതുകാടിനെ പോലെ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്നതായിരിക്കാം നമുക്ക് വിചാരിക്കാം. പക്ഷെ ഞാൻ അതുകൂടാതെ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ അമ്മമാരോടും ഈ കുട്ടികളോടും കാണിക്കുന്ന ഒരു സമീപനത്തിലെ വ്യത്യാസം, ക്യാമറയുടെ മുമ്പിലും ക്യാമറയുടെ പിന്നിലും. രണ്ടാമത്തതാണ് നമ്മൾ ഈ കാശുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനൊക്കെ ഇടപെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കാശുമായി ബന്ധപ്പെട്ട് സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഒരു അഴിമതി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നർത്ഥത്തിലാണ് പുള്ളിയുടെ വാളിൽ പോലും ഈ പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലേതാണ് ശരിക്കും ഷിഹാബ് പ്രോക്ഡ് ആവുന്നതിൻ്റെ ഒന്നാമത്തെ കാരണവും, ഇല്ലെങ്കിൽ സബ് കാരണങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാരണം ഈ അമ്മമാരോടും കുട്ടികളോടുള്ള സമീപനം ഷിഹാബിന്റെ നേരത്തെയുള്ള ഈ അനുഭവം കൂടെ ചേർത്തിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒരിക്കൽ പോലും അദ്ദേഹം ഇതിലേക്ക് വരുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൽ എനിക്ക് സംശയമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ പ്രകടിപ്പിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തെ ഇത്രമേൽ വലിയ രീതിയിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് സംശയം മാത്രമാണ് പറഞ്ഞത്. എൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഞങ്ങളെപ്പോലെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളോട് കാണിക്കുന്ന മനോഭാവം ശരിയല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ബേസിക് ഐഡിയ പോലും ഇല്ലാതെയാണ് ഈ ഒരു സ്ഥാപനം ഞാനുള്ള സമയത്ത് പോലും പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഞാനടക്കം 6 ഭിന്നശേഷിയുള്ള കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് എനിക്ക് മാത്രമാണ് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളതും, ബാക്കിയുള്ള കുട്ടികളൊക്കെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്. ഈ കുട്ടികൾ, ഓട്ടിസം അടക്കമുള്ള കുട്ടികൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ പോലും നിയമിക്കാതെയാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക് ഐഡിയ പോലും ഇല്ലാതെയാണ് നടക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. രണ്ടാമത്തെ കാര്യം, സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് പ്രോഗ്രാമുകൾ നടത്താനായിരുന്നു. അവിടെ സ്പെഷ്യൽ അതിഥി വരുന്ന നേരം ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ പോലും അദ്ദേഹം പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ കുട്ടികളെ കൊണ്ട് അതിഥികൾക്ക് മുമ്പിൽ പ്രോഗ്രാം ചെയ്യിപ്പിക്കാനായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള അമ്മമാരോടാണ് പറയുന്നത്. അപ്പോൾ അമ്മമാർ എന്നോട് പറയും, എന്നെ ബാവ എന്നാണ് അവർ വിളിക്കുക, ബാവ ഇത് സാറോട് പറയണം, കാരണം ഈ കുട്ടികളെ പോലെയല്ല, ബാവക്ക് സംസാരിക്കാൻ കഴിയും. ഞാൻ PG കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തുന്നത്. ഞാൻ ഈ കുട്ടികളെക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരാളായിരുന്നു. അപ്പോൾ നിങ്ങളാണിത് പറയാൻ അവകാശമുള്ള ഒരാൾ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ അമ്മമാർ നിരന്തരം പറയുന്നത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ഇത് പറയേണ്ടി വരുന്നതും മാനേജ്മെൻറ്റിനോട് ഇത് പറയേണ്ടി വരുന്നതും. ഇപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു സ്ഥാപനത്തിൽ കുട്ടികൾ പഠിച്ചത് കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഇദ്ദേഹം പറഞ്ഞ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം ഈ കുട്ടികളുടെ ആർട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓഡീഷൻ നടത്തിയിട്ടാണ് കുട്ടികൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ആൾറെഡി ചെറിയ രീതിയിൽ കഴിവുകളുള്ള കുട്ടികളെയാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ നല്ല ഫ്ലവേഴ്സിലടക്കം പെർഫോം ചെയ്തിട്ടുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ കഴിവ് വളർന്നു വരുന്നത് BRC അടക്കമുള്ള ഈ ഒരു BRC പോലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ പരിശ്രമം കൊണ്ടാണ്, അമ്മമാരുടെ പരിശ്രമം കൊണ്ടാണ്. ഈ പരിശ്രമങ്ങളൊക്കെയാണ് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഉണ്ടായ മാറ്റങ്ങൾ എന്ന രീതിയിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഇതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്തൊരു ക്ലാരിറ്റി വരേണ്ടത്, ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ മുന്നോട്ട് വെക്കുന്നതായിട്ട് അവർ പറയാൻ ശ്രമിക്കുന്നത്, എല്ലാ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെയും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യില്ല, നേരെ മറിച്ച് കലാപരമായ കഴിവുകളെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ പ്രോസസ്സിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ
മുൻപേ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ മുന്നേ തന്നെയുള്ള വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരുപക്ഷെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവാം, അതിന് പുറത്തൊക്കെ കാണിക്കാനോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ ആ ക്രൈറ്റീരിയ സംബന്ധിച്ച് നമുക്ക് രണ്ടാമത് സംസാരിക്കാം. പക്ഷേ ആ ക്രൈറ്റീരിയ അങ്ങനെ വേണോ വേണ്ടതുണ്ടോ അത് നമ്മളിപ്പോൾ സമൂഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ക്രൈറ്റീരിയ അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ കരുതിയിരുന്നത് അങ്ങനെ കുറച്ചു പേർക്ക് ആശ്വാസം കിട്ടിയാൽ എന്ത് തെറ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ ആ പറച്ചിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നിരന്തരം പറയുന്നത് 300ഓളം കുട്ടികൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈ ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ മാത്രം. എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാം ബന്ധപ്പെട്ടപ്പോൾ എനിക്കറിയില്ല. അതൊരു വർഷം ഞാൻ ഉള്ള ഒരു വർഷം മാത്രം പ്രവർത്തിച്ച സ്ഥാപനമാണോ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ 300ഓളം കുട്ടികളിൽ നിന്ന് എന്താണ് സ്ഥിരമായിട്ട് 30ഓളം കുട്ടികളെ മാത്രം വിദേശ രാജ്യങ്ങളിൽ പോയി അദ്ദേഹം പങ്കെടുപ്പിക്കുന്നത്? ഈ 300 കുട്ടികളിൽ നിന്ന് ബാക്കി കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി പ്രകടനം നടത്താനുള്ള അവസരങ്ങൾ കൊടുക്കാത്തതെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതാണ് ഈ അമ്മമാരും ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പത്രസമ്മേളനങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്ക സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ രീതി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ കറക്റ്റൊരു വർഷം ആകുന്നതിന് മാസങ്ങൾ മുമ്പാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, സർ 2 മാസം കഴിഞ്ഞ് ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരാളെ എനിക്ക് പകരം കണ്ടെത്താനുള്ള സമയമുണ്ട്. എനിക്കും എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ മേഖലയിലേക്ക് മോട്ടിവേഷൻ ക്ലാസ് അടക്കമുള്ള മേഖലയിലേക്ക് ഒന്നുകൂടി ഫോക്കസായി തിരിച്ചു വരാനുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു പോകുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ പോലും ചെയ്തത്, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ആളുകൾ എന്നോട് ചോദിക്കും, ഷിഹാബ് എന്തുകൊണ്ട് പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല, ഒരുപാട് പോരായ്മകളുണ്ട്, അതുകൊണ്ട് ഇറങ്ങി എന്ന് പറയുമെന്ന മുൻധാരണ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്നെ പുറത്താക്കി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവിടെ നടന്നത് തീർച്ചയായിട്ടും ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത, നമ്മൾ പറയില്ലേ മനുഷ്യർക്ക് സാമാന്യം ലഭിക്കേണ്ട ഒരു നീതി ഉണ്ടല്ലോ, ന്യായമുണ്ടല്ലോ, അതുപോലും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാത്രി അതിൻ്റെ അക്കാഡമിക് ഡയറക്ടർ വിളിച്ചിട്ട് എന്നോട് പറയാണ്, ഷിഹാബ് പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശൈലജ ടീച്ചറോടും ഡോക്ടർ അഷീലിനോടും പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഷിഹാബ് പോയിക്കോട്ടെ, ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ വരുന്ന സമയത്ത് ഷിഹാബിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം, നാളെ മുതൽ ഷിഹാബ് പെർഫോം ചെയ്യേണ്ട എന്ന തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. ഇതേ കാര്യം അറിഞ്ഞ ശേഷം ഗോപിനാഥ് മുതുകാട് സാർ ഞാൻ വിളിക്കുന്നു, സാറോട് ഞാനിത് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, സാർ നാളെ മുതൽ ഞാൻ വേണ്ട എന്ന് പറയുന്നു, എന്ത് ചെയ്യണം? എങ്കിൽ ഷിഹാബ് വേണ്ട. ഞാൻ പറഞ്ഞു, സാർ നാളെ മുതൽ ഞാൻ വീട്ടിലേക്ക് പോകണോ? വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ചോദിച്ചു എന്താണ് കാരണം? ഒരു വർഷത്തോളം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഞാൻ നാളെ മുതൽ വേണ്ട എന്ന് ശൈലജ ടീച്ചറോ ഡോക്ടർ അഷീലോ അല്ല പറയേണ്ടത്, സ്ഥാപനത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന നിങ്ങളടക്കമുള്ള ആളുകളാണ് പറയേണ്ടത്. അതിനൊരു കാരണം കാണിക്കൽ നോട്ടീസ് വേണം, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു പ്രോട്ടോകോൾ ഇല്ലേ ഇതിനൊക്കെ. എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് നാളെ സംസാരിക്കാം, ഇപ്പോൾ നോക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നത്. പിറ്റേ ദിവസം, അതായത് 2018 നവംബർ 1 ഞാൻ ഈ കാര്യമായിട്ട് പല ആളുകളോട് സമീപിക്കുന്നു. ഞാനല്ല അന്ന് ഷോ ചെയ്തത്, വേറെ കുട്ടിയാണെന്ന് ഷോ ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ആരും മറുപടി പറയുന്നില്ല. എന്നോട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ പത്രസമ്മേളനങ്ങൾ ഉന്നയിച്ച അതേ കാര്യങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, സമയത്ത് അമ്മമാർക്ക് ഭക്ഷണം കുട്ടികൾ കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, എന്നോട് പോകാനാണ് പറയുന്നത്. ഈ ഡിഫറെൻ്റ് ലേബിൾഡായ കുട്ടികളുടെ സ്ഥാപനത്തിലൊരു അതായത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെക്കാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. ഈ അവസാന മാസങ്ങളിലാണ് നിങ്ങൾ അതുപോലും പരിഗണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല നാളെ മുതൽ വരണ്ട എന്നൊരു കാര്യം പറയുമ്പോൾ അതിനുള്ള റീസൺസ് എനിക്ക് വേണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാട് സാർ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ്. ആ സമയത്ത് അക്കാഡമിക് ഡയറക്ടർ എന്നെ വിളിച്ച് പറയുകയാണ്, ഷിഹാബെ ഞങ്ങൾ ഷിഹാബിനോട് പോകാൻ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ പോവാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, സാറ് പറഞ്ഞ എൻ്റെ കോൾ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷിഹാബെ തലേ ദിവസം ഈ ഒരു പ്ലാന്റിൽ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട വലിയ പ്രോഗ്രാമുകൾ നടക്കുകയാണ്. ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവിടുത്തെ തെരുവ് മജീഷ്യൻസിനൊക്കെ ആർട്ടിസ്റ്റ് വില്ലേജ് സമാനമായി താമസിക്കാനുള്ള ഇടം കൊടുക്കുന്ന പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷനിലായിരുന്നു നമ്മൾ. പിന്നെ ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു പനിക്ക് പുറത്ത് ഞാൻ അറിയാതെ എന്തൊക്കെ പറഞ്ഞു പോയതാണ്, നിങ്ങളോട് തുടർന്നോളൂ എന്ന് അദ്ദേഹം മാറ്റി പറയണമെങ്കിൽ. ഈ റെക്കോർഡ് ചെയ്തോന്ന് പറഞ്ഞില്ല, അതിന്റെ ഭാഷ എങ്ങനെയായിരുന്നു? അത് കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും കയ്യിലുണ്ട്. ഈ ഒരു ഇപ്പം ഞാൻ ഔട്ട് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. തീർച്ചയായിട്ടും അത് പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട രീതിയിലോ ഞാനത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാർക്ക് വ്യക്തിപരമായിട്ട് അത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് സാർക്ക് കേൾപ്പിച്ച് തരാനും ബുദ്ധിമുട്ടില്ല. നവംബർ 1 ഞാൻ ഈ കാര്യങ്ങൾ വീഡിയോ എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നതിന് ശേഷം
അദ്ദേഹം പറഞ്ഞത് അതൊന്നും വലിയ കാര്യമാക്കേണ്ട ഷിഹാബ്, എനിക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ തലേ ദിവസം പ്രോഗ്രാമിൻ്റെ തിരക്കുകളൊക്കെ അല്ലേ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, ഷിഹാബിന് എപ്പോൾ വേണമെങ്കിലും പോവാം, ഷിഹാബിന് താല്പര്യമുണ്ടെങ്കിൽ തുടരാം എന്ന് അദ്ദേഹം പറയുന്നു. അത് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ മാറ്റി പറയേണ്ട ആവശ്യം? എന്താണ് ഞാൻ ഈ കാര്യങ്ങൾ പുറത്ത് പറയും എന്ന് പറയുമ്പോൾ ഇവർ പേടിക്കുന്നത് എന്തിനാണ്? ഇവിടെ അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാനിത് ഷിഹാബ് പുറത്ത് പറയേണ്ട, ഷിഹാബ് എത്ര കാലം വേണമെന്ന് തുടർന്നോളൂ, DS-ലേക്ക് വന്നോളൂ എന്ന് അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ എടുത്ത് പറയാൻ കാരണം DS-ലേക്ക് വന്നോളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു പ്രശ്നക്കാരനല്ല അല്ലേ, ഞാൻ അവർക്ക് പറ്റാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം DS-ലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് തുടരാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണം, അതിൽ വ്യക്തമായ കാര്യങ്ങൾ നിങ്ങളത് എഴുതി എനിക്ക് തരണം, രേഖാമൂലം തന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്. അങ്ങനെയാണ് നവംബറിൽ എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടുന്നത്. അത് കിട്ടുന്നത് 7 മണിക്ക് ശേഷമാണ്, 6:30 7 മണി ആ സമയത്താണ്, ഒഫീഷ്യൽ ടൈമിലല്ല. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഷിഹാബ് പലപ്പോഴായിട്ട് ഷോ മുടക്കുന്നുണ്ടായിരുന്നു, ഇത് കാരണം കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഈ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് മുതുകാട് സാറെ വളരെ മോശമായി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു, പല സമയത്തും മീറ്റിങ്ങിലേക്ക് അദ്ദേഹം എത്താറില്ലായിരുന്നു, അത് കാരണം പലപ്പോഴും ഇതിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഷിഹാബ്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വിടുന്നു എന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ് 1-ാം തീയതി ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം എനിക്ക് കിട്ടുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ അവർ കൃത്രിമം കാണിച്ചിട്ട് 31-ാം തീയതി ഒക്ടോബർ 31 ഡേറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 31 ഉണ്ടാക്കിയ കാരണം കാണിക്കൽ നോട്ടീസിലുള്ള കാരണങ്ങൾ സത്യമാണെങ്കിൽ ഒക്ടോബർ 31 രാത്രി സംസാരിക്കുമ്പോൾ എന്നോട് എന്തിനാണ് DS-ലേക്ക് ഷിഹാബിന് വേണമെങ്കിൽ വരാമെന്ന് പറയുന്നത്? അപ്പോൾ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ പോലും അവർ കൃത്രിമം കാണിച്ചിട്ടുണ്ട് ഡേറ്റിൽ. അപ്പോൾ ഇതൊക്കെ എനിക്ക് രേഖാമൂലം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിൽ വെച്ചിട്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, അതിനകത്ത് ഈ പറയുന്ന മാതിരി പൈസയുടെ കേസും ഉണ്ട്, യാത്രയെ സംബന്ധിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത് ശരിക്കും എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യത്തെ എൻ്റെ ഗൾഫ് യാത്രയാണ് കുവൈത്തിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുന്ന ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഏപ്രിൽ 14, 2018 ഏപ്രിൽ 14 തിരിച്ചു വരുന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 15 എൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ അങ്ങനെയാണെങ്കിൽ എനിക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരണം, കാരണം മലപ്പുറത്താണ് എൻ്റെ വീട്, അപ്പോൾ ഈ ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏപ്രിൽ 14 തിരിച്ച് വരുന്ന എനിക്ക് ഏപ്രിൽ 15 എൻ്റെ കല്യാണം ആയതുകൊണ്ട് മലപ്പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഉണ്ട് മലപ്പുറത്ത്, കാരണം എനിക്ക് തോന്നുന്നു ഏപ്രിൽ 15 വിഷുവാണ് ആ വർഷം, അപ്പോൾ അതുകൊണ്ട് ഞാനും ഉണ്ട്, എനിക്ക് അദ്ദേഹത്തുമായി പ്രോഗ്രാം ഉണ്ട്. മാത്രമല്ല ഞാൻ ചോദിച്ചു, സാർ കല്യാണത്തിന് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കല്യാണത്തിന് വരാം, ഞാൻ എന്തായാലും മലപ്പുറത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, സാറും മലപ്പുറത്തേക്ക് തന്നെ വരുന്നത് തോന്നുന്നു, കാരണം സാറും മലപ്പുറത്തുണ്ടെന്ന് പറയുന്നു, കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പേടിക്കാനൊന്നുമില്ല, നമുക്ക് നേരെ ഇവിടുന്ന് സാറ് കൂടിയാണ് നമ്മൾ പോകുന്നത്, സാറ് മലപ്പുറത്തുള്ളത് കൊണ്ട് സാറും മലപ്പുറത്ത് തന്നെ ആയിരിക്കും, കോഴിക്കോട് തന്നെയായിരിക്കും നമ്മൾ കൂടെ വരുന്നത്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഫസ്റ്റ് യാത്രയാണ് വിദേശത്തേക്കുള്ള, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുന്നത്. പ്രോഗ്രാം കഴിയുന്നു, പൈസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ ഒരു പൈസ അക്കാഡമിയിലേക്ക് ഇട്ട് നാട്ടിലെത്തിയിട്ട് അതിന് ഈക്വലായിട്ടുള്ള പൈസ ഷിഹാബിന് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികൾ പലപ്പോഴും എനിക്ക് തന്നെ സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ആ രീതി വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഉടനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ കുഴപ്പമില്ല, ഈ പൈസ ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല, കാരണം നാട്ടിലെ 2 ലക്ഷം രൂപയാണ്, 2 ലക്ഷം രൂപ കുവൈത്ത് ദിനാറൊക്കെ ആണെങ്കിൽ പക്ഷേ വലിയൊരു എമൗണ്ട് വരും. ഇത് ഒരു പ്രോഗ്രാം പേയ്മെൻറ്റ് എന്ന രീതിയിലേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കസ്റ്റംസിലൊക്കെ പ്രശ്നം ഉണ്ടാവും, എനിക്ക് വലിയ ഇമേജുള്ളൊരു വ്യക്തിയാണ്, ഈ പറയുന്ന ദിലീപിനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അടക്കം വലിയ രീതിയിൽ അവർ സെർച്ച് ചെയ്യുമെങ്കിലും എനിക്കൊരു പ്രിവിലേജ് ഉണ്ട്, അതൊരു വലിയ പോയിന്റാണ്. എന്തുകൊണ്ട് മുതുകാട് സാറിൻ്റെ പ്രിവിലേജ് അദ്ദേഹം വെറുതെ പറഞ്ഞാണോ എനിക്കറിയില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വേറെ ഫ്ലൈറ്റിന് പോയിക്കോളൂ, ഞാൻ വേറെ ഫ്ലൈറ്റിനാണ് പോകുന്നത്, എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എന്നെ കണക്ട് ചെയ്തിരുന്ന, എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയ റഹീം എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് ഈ കാര്യങ്ങൾ ചോദിച്ചു, ഈ അടുത്ത് ഇന്നലെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുതുകാട് സാർ ഈ ഒരു പൈസയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നത് വരെ അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെന്നോ ഷിഹാബ് മാത്രമാണ് മലപ്പുറത്തേക്ക് പോകുന്നതെന്നോ കോഴിക്കോട്ടേക്ക് പോകുന്നതെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മലപ്പുറത്തുണ്ട്, ഞാൻ കല്യാണത്തിന് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കുന്നത് ഈ മലപ്പുറത്ത് എൻ്റെ കല്യാണം തൊട്ടടുത്ത ദിവസമാണ്, അദ്ദേഹത്തിന് തൊട്ടടുത്ത ദിവസം പ്രോഗ്രാമുമായി ഫാമിലിയുമായി ബന്ധപ്പെട്ടോ വ്യക്തിപരമായിട്ട് എന്തോ പ്രോഗ്രാമുമായിട്ട് അദ്ദേഹം മലപ്പുറത്തുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ധൈര്യത്തിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുവൈത്തിലേക്ക് വന്നതും തിരിച്ച് അദ്ദേഹം നമ്മുടെ കൂടെ കോഴിക്കോട്ടേക്ക് ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നത്.
അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തൊന്നും എനിക്കറിയില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് പൈസയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോഴാണ്. സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയത് എന്നോടൊപ്പം പോരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തിരിച്ച് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞങ്ങൾ സഹോദരനുമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. മുതുകാട് സാർ എന്തുകൊണ്ട് പെട്ടെന്ന് തീരുമാനം മാറ്റി എന്നുള്ളത് അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലല്ലോ. ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഈ 11-ാം തീയതി അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നത് 14-ാം തീയതിയുമാണ്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, എനിക്കിപ്പോൾ ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് രണ്ടും ഒരേ ദിവസം തന്നെ നിങ്ങളുടെ ടിക്കറ്റ് റിട്ടേണും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ യാത്ര കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ മുതുകാട് സാർ അവിടെ മാറ്റി നിർത്തിയിട്ട് വന്നു, പിന്നെ ഒരു ഫ്ലൈറ്റിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു സാധനം വന്നു പോകുന്നുണ്ടോ? ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഈ പണവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഫ്ലൈറ്റിൽ പോയിക്കോളൂ, ഞാൻ വേറെ ഫ്ലൈറ്റ്, ഞാൻ വേറെയാണ് പോകുന്നത്, എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. അപ്പം ഷിഹാബ് പറയാൻ ശ്രമിക്കുന്ന ആ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു മുതുകാട് സാറും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്? ഇല്ല, അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മലപ്പുറത്തേക്ക് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങളോട്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയത് മലപ്പുറത്ത് പിറ്റേ ദിവസം എൻ്റെ കല്യാണമാണല്ലോ. അപ്പൊ ഈ ഒരു ദിവസത്തിന്റെ കല്യാണത്തിന്റെ ഒരു ദിവസവും അദ്ദേഹം അവിടെ ഓൾറെഡി പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് എന്നെ ആക്കുകയും മുതുകാട് സാറ് തിരുവനന്തപുരത്തേക്ക് പോവുകയും അവിടെ നിന്ന് പിറ്റേ ദിവസം മലപ്പുറത്തേക്ക് കല്യാണത്തിന് വരികയും എന്ന സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു ദിവസത്തെ ഗ്യാപ്പ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞത്, നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പോകുന്ന മുതുകാട് സാറ് കൂടെയാണ്. പോരുന്നത് നമ്മൾ കോഴിക്കോട്ടേക്കാണെങ്കിലും മുതുകാട് സാർ മലപ്പുറത്തേക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മുതുകാട് സാർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊരു ചിന്താഗതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രോഗ്രാം കഴിയുന്നത് വരെയോ ഈ ഒരു പൈസയുമായി ചർച്ച ഉണ്ടാകുന്ന വരെയോ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. ഷിഹാബ് നിങ്ങൾ തനിയെ പോവേണ്ടി വരും, ഞാനും പ്രഹ്ലാദ് ആചാര്യയും തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഷിഹാബിന്റെ അനിയനും ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. ആഷിഖ് എൻ്റെ അനിയനാണ് അവിടെ തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ ഒരു മാജിക് ബാൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കൂടെ ജോലി ചെയ്യായിരുന്നു അദ്ദേഹം വേറൊരു സ്റ്റേജിൽ ഫന്റാസിയ എന്ന് പറയുന്ന സ്റ്റേജിൽ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം തന്നെയായിരുന്നു ഈ ആദ്യത്തെ ദിവസം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ റിട്ടേൺ യാത്രയുടെയും ടിക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. സാർ ഞാൻ കാണുന്നില്ലല്ലോ, എനിക്കറിയില്ല. ഇനി ഒരു ക്ലാരിറ്റി ഉള്ളത്, നിങ്ങളുടെ കൂടെ അന്ന് ഗൾഫിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന 2 പേരുടെ ഓഡിയോ കിട്ടിയിട്ടുണ്ട്. റഹീം എന്ന് പറയുന്ന റഹീമും മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഓഡിയോ കേൾപ്പിക്കാം, ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. എന്റെ പേര് NK റഹീം, ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മുതുകാട് സാറും അതുപോലെ തന്നെ ഷിഹാബുദ്ദീനും ഒരേ ഫ്ലൈറ്റിലാണ്, അദ്ദേഹത്തിന്റെ സഹോദരനും ഒരേ ഫ്ലൈറ്റിലാണ് കുവൈറ്റിലേക്ക് എത്തിയത്. തിരിച്ച് പോകുമ്പോൾ മുതുകാട് സാറ് തിരുവനന്തപുരത്തേക്കും ഷിഹാബുദ്ദീൻ കോഴിക്കോട്ടേക്കുമായിരുന്നു. ആ 2 ഫ്ലൈറ്റിന്റെയും സമയം വ്യത്യസ്തമായിരുന്നു. മുതുകാട് സാറിന് രാവിലെയും ഷിഹാബിന് വൈകുന്നേരവുമായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തെ ഇവിടെ ആക്കി ഒറ്റയ്ക്ക് യാത്ര ചെയ്തത്. അതൊരിക്കലും ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അദ്ദേഹം പോകുന്നതിന് മുമ്പ് എന്നെയാണ് ഷിഹാബുദ്ദീനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും എയർപോർട്ടിൽ എത്തിക്കുവാനും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാനും ഏൽപ്പിച്ചത്. ഞാനാണ് ഇവരെ 2 പേരെയും എയർപോർട്ടിൽ എത്തിക്കുകയും വേണ്ടുന്ന സഹായങ്ങൾ നൽകി യാത്ര അയക്കുകയും ചെയ്തത്. അതുമാത്രമല്ല, അദ്ദേഹം പോകുന്നതിന് മുമ്പ് 1-2 തവണ എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഷിഹാബിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞു. എന്നിട്ട് ഈ സമയത്ത് ഇത്തരത്തിലൊരു പരാമർശം കേട്ടപ്പോൾ ഇതുമായി അതിന് യാതൊരു ബന്ധവുമില്ലല്ലോ എന്ന ബോധ്യത്തോടെയാണ് ഇങ്ങനെ ഒരു വോയിസ് ഞാൻ ഇടുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. ഫസ്റ്റ് വിദേശയാത്രയാണ്. ഞാൻ ഇതിന് മുമ്പ് വിദേശത്ത് യാത്ര പോയിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ്, എൻ്റെ സഹോദരനും ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, സർ ഞങ്ങൾ മലപ്പുറത്തേക്ക് പോകണം, കാരണം മലപ്പുറത്താണ് എൻ്റെ കല്യാണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാനും ഉണ്ടാവും കല്യാണത്തിന് മലപ്പുറത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞത്, പേടിക്കണ്ട, സാറും അങ്ങോട്ട് തന്നെയാണ് വരുന്നത്, നമ്മുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ആദ്യത്തെ യാത്രയാണല്ലോ. പക്ഷേ ഈ ഒരു പൈസയുടെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് അത് ഞങ്ങളോട് പറയുന്നത്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത്, ഞാൻ വേറെ ഫ്ലൈറ്റിൽ പോയിക്കോളാം, എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. ഈ വാക്കിൽ ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. എനിക്കൊരു സംശയം ഈ വാക്കിലില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന റഹീമക്കയുമായിട്ട് ഏകദേശം കുറേ സമയം ഞാൻ സംസാരിച്ചു. അവിടെ നടന്ന എൻ്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ സ്ഥാപനത്തിന് ഒരുപാട് കാശ് കൊടുത്തുള്ള വ്യക്തിയാണ് അത്ര റഹീമക്ക. അപ്പോൾ റഹീമക്ക എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, പക്ഷേ മുതുകാട് സാർ എവിടെയും പണം ആവശ്യപ്പെടുന്നില്ലല്ലോ, ഈ സ്ഥാപനത്തിന് സഹായിക്കണമെന്ന് പണം ആവശ്യപ്പെടുന്നില്ലല്ലോ, പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളൊക്കെ പണം കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, റഹീമക്ക എന്തിനു പണം കൊടുക്കുന്നത്?
അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, മുതുകാട് സാർ പലപ്പോഴും കാണുന്ന സമയത്ത് സാലറി കൊടുക്കാൻ പോലും സ്ഥാപനത്തിന് പൈസ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞാൻ നിരന്തരം പറയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ മുതുകാട് സാറിന് പൈസ കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ റഹീമക്കയോട് ചോദിച്ചു, പുറമേയുള്ളൊരു വ്യക്തിയായ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ സാലറി പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ DAC എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണോ, മാജിക് അക്കാഡമിയുടെ ചാരിറ്റിയുടെ പേരിലുള്ള ആ ഒരു ട്രസ്റ്റിലേക്കാണോ, എംപവർ എന്ന് പറയുന്ന ഈ ഒരു സെൻറ്ററിലേക്കാണോ, ഏതിലേക്കാണ് നിങ്ങൾ പൈസ കൊടുത്തിട്ടുള്ളത്? ഇതിന് അദ്ദേഹം മറുപടി എനിക്ക് തന്നിട്ടില്ല. അപ്പോഴും അദ്ദേഹം ഈ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് മറുപടി പറയാം. ഓക്കെ. ഗോപിനാഥ് മുതുകാട് ശ്രീ ഷിഹാബുദ്ദീനെ വിദേശത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് തികച്ചും തെറ്റാണ്. കാരണം ഷിഹാബിന്റെ അനുജൻ മുഹമ്മദ് ആഷിഖിനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് 10/4/2018 അതുപ്രകാരം 11-ാം തീയതി കുവൈറ്റിലേക്കും 13-ാം തീയതി തിരിച്ച് കോഴിക്കോട്ടേക്കുമുള്ള ടിക്കറ്റ് മുൻകൂട്ടി എടുത്തിട്ടുള്ളതാണ്. ഷിഹാബ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തിരിച്ചുള്ള ടിക്കറ്റ് കോഴിക്കോട്ടേക്ക് എടുത്തത്. പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അപ്പം ഈ യാത്രയെ അവിടെ തന്നെ അവർ പറയുന്നതിന് വ്യത്യാസമുണ്ട്. പത്രസമ്മേളനത്തിൽ ഒരിക്കലും എന്നെയും അനിയനെയും അവിടെ ഉപേക്ഷിച്ച് പോയി ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ വേറെ ഫ്ലൈറ്റിൽ പോയിക്കോളൂ, ഞാൻ വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത്, എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്, ഇതാണ് പറഞ്ഞത്. ഇതിനെയാണ് ഇവര് ഷിഹാബിനെ ഉപേക്ഷിച്ച് പോയിന്ന് ഇവിടെ ആക്കുകയാണ്. അങ്ങനെ ഒരു ടോൺ വന്നിട്ടുണ്ടാവാം ഒരുപക്ഷെ. പറഞ്ഞ വാക്കിന് തന്നെയാണ് അതാണ്. അപ്പൊ അവർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ആ ടോണിനെ പിടിച്ച് മാറ്റം വരുത്തുകയും എനിക്കും ഇതേ ടോൺ ഫീൽ ചെയ്യും. അദ്ദേഹം എന്നോട് മലപ്പുറത്തേക്ക് ഞാൻ ഷിഹാബിന്റെ കല്യാണത്തിന് ഉണ്ടാവും, മലപ്പുറത്ത് എനിക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നു. ആ ടോൺ എനിക്കും ആ ടോണാക്കി എടുക്കാമല്ലോ. ആ ടോണിൽ ഞാനും മനസ്സിലാക്കുന്നു. അനിയനോട് പറയുന്നു, സാറും മലപ്പുറത്തുണ്ട്, പേടിക്കണ്ട, സാർ നമ്മുടെ കൂടെ പോരുന്നു, തിരിച്ചു പോകുമ്പോൾ സാറും മലപ്പുറത്തുള്ളത് കൊണ്ട് നമ്മളും മലപ്പുറത്തേക്ക് തന്നെയാണല്ലോ, സാറും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ടോണിൽ നിന്ന് ഞാനും അതാണ് മനസ്സിലാക്കിയത്. ഇത് സർക്കാരിന്റെ ശ്രദ്ധ വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഷീലിനോട് ഈ കാര്യങ്ങൾ കാണിച്ച് ഞാനൊരു സന്ദേശം അയക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഗൗരവമുള്ള വിഷയമാണ്. ഇതെല്ലാമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികളെ സഹായിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ തന്നെ സുതാര്യമായിട്ട് കാര്യം നടക്കണമെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം. ഞാൻ ഒരിക്കലും ഈ മാജിക് പ്ലാന്റ് എന്ന് പറയുന്ന സ്ഥാപനം പൂട്ടണമെന്നോ അല്ലെങ്കിൽ മുതുകാട് സാറെ ശിക്ഷിക്കണമെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ നടക്കുന്ന സ്ഥാപനം പുറമേ നിന്ന് ആളുകൾ കാണുന്ന പോലെ ഒരു ഇമ്പാക്ട് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നില്ല. അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആകുന്ന കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ആ രക്ഷിതാക്കൾ മാത്രമാണ് അവിടെ ഇപ്പോഴും നിൽക്കുന്നത്. അല്ലാത്ത രക്ഷിതാക്കളൊക്കെ നിരാശരാണ്. ഞാൻ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി വയനാട് പോകുന്ന സമയത്ത് ഒരമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഷിഹാബ് മാജിക് പ്ലാന്റിൽ നിന്ന് എന്തുകൊണ്ടാണ് പോയത്? ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്കായതുകൊണ്ട് മാറിയതാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞല്ല, നിങ്ങൾക്ക് ആ രീതികൾ ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ പോയതാണെന്ന് എനിക്കറിയാം. എൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഈ മുതുകാട് സാർ കുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നത്. ഈ കുട്ടികളുടെ കഴിവുകൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. എന്നിട്ട് ഏകദേശം വർഷങ്ങളോട് ഞങ്ങൾ നിൽക്കുന്നു, മാസങ്ങളോളം എൻ്റെ വീടിൻ്റെ റെൻറ്റ് കൊടുത്ത് ഏകദേശം 2-2.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നല്ലാതെ ഒരു മാറ്റവും എൻ്റെ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. എൻ്റെ കുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എനിക്ക് ലോകത്തോട് പറയണം. ഷിഹാബ് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നേരിട്ടൊന്നും പറ്റില്ല. കാരണം നിങ്ങളുടെ അനുഭവമല്ല, നിങ്ങൾ പുറത്തേക്ക് പറഞ്ഞോളൂ, ആളുകൾ തീർച്ചയായും നിങ്ങൾ സ്വീകരിക്കും. പക്ഷെ അഹമ്മദ് വരെ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷിഹാബ്, ഇപ്പോൾ അതിനകത്ത് പൈസയുടെ കേസ് പറഞ്ഞത്, ഇപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്, നമുക്ക് അനൗദ്യോഗികമായി അറിയാൻ കഴിയുന്നത്, പൈസയുടെ കേസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രോബ്ലം വരരുത്. ഈ മുതുകാട് സാർ അവിടെ പോയിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരികയാണെന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കരുത്. എന്ന് വെച്ചാൽ കുട്ടികളെ വെച്ചിട്ട് പൈസ പിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ടോ, അതുകൊണ്ടാണ് ആ പൈസയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ഷിഹാബിന് തരാമെന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അല്ല, അപ്പോൾ മാജിക് പ്ലാന്റിന്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ ഇട്ടാലും ഞങ്ങളവിടെ പോയി ഫണ്ട് റൈസ് നടത്തിയതുപോലെ ആയില്ലേ? എനിക്ക് പൈസ തന്നത് ഞാൻ പ്രോഗ്രാം ചെയ്തതല്ലേ. ഞാൻ മുതുകാട് സാറെ കൂടെ പോയി വെറുതെ കാശ് വാങ്ങി പോകുന്നതല്ല. ഞാൻ അവിടെ മോട്ടിവേഷൻ ക്ലാസ്സും പെർഫോമൻസ് ഒക്കെ ചെയ്തതിന് എനിക്ക് കിട്ടിയ പേയ്മെന്റ് ആണ്. അതെന്തിനാ ആ സമയത്ത് മുതുകാട് സാറ് പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ വിമാനത്താവളത്തിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അതെ, അതിന്റെ ആവശ്യം എന്താണ് വരുന്നത്? ഇത്രയും യാത്ര ചെയ്ത് മുതുകാട് സാറിന് അറിയില്ലേ ഒരു 2 ലക്ഷം രൂപയൊന്നും നാട്ടിലെ പൈസ കൊണ്ടുവരുന്നതിന് പ്രശ്നം ഉണ്ടാകുന്ന അറിയില്ലേ? പ്രോഗ്രാംസ് നോട്ടീസിൽ എന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നോട് നാട്ടിലെ 2 ലക്ഷം. അപ്പൊ അതല്ലേ ഞാൻ പറയുന്നത്, നാട്ടിലെ 2 ലക്ഷം രൂപ കൊണ്ടുവരുമ്പോൾ എയർപോർട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്തിനാണ്? കുവൈത്ത് ദിനാർ 2 ലക്ഷം ആണെങ്കിൽ ഓക്കെ, വലിയൊരു എമൗണ്ട് ആണ്.
നാട്ടിൽ 2 ലക്ഷം ഞാൻ കൊണ്ടുവരുമ്പോൾ അത് ഞാൻ പോക്കറ്റിലിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പ്രശ്നം ഉണ്ടാണെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകണ്ടേ? അതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതിനെ അത് ന്യായീകരിക്കുകയാണ്. അത് ഷിഹാബിന് പ്രശ്നമില്ലാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഷിഹാബ് അവിടെ പോയി ഞാൻ ഷിഹാബിനെ കൊണ്ടുപോയി കാശ് ഉണ്ടാക്കിയെന്ന് പറയാനാണ്. ഇങ്ങനെ നന്മ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അവിടെ ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ കുറച്ച് ചെറിയ എമൗണ്ട് കിട്ടിയത് അദ്ദേഹം വാങ്ങേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹം അത് വാങ്ങിയതിന് ശേഷം അദ്ദേഹം പ്രഹ്ലാദാചാര്യ പറഞ്ഞ സമയത്ത് ഉടനെ തിരിച്ചു തരേണ്ട ആവശ്യം എന്താണ്? അപ്പം അദ്ദേഹത്തിന് പറയാലോ ഷിഹാബിനെ പൈസ തിരിച്ചു തരുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഒരു 25 കോടിയൊക്കെ വിനിയോഗിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് അവിടെ നടത്തുന്നതാണ്. അപ്പൊ ഈ ചെറിയ കാശിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുവോ അങ്ങനെ ഒരാള്? അതാണ് ഞാൻ പറയുന്നത്. അന്ന് 25 കോടിയുടെ പ്രൊജക്ട്സ് ഇല്ലല്ലോ. അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഞാനുള്ളത്. 6 വർഷം 2018 അന്ന് ഓരോ രൂപ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ഈ കിട്ടുന്ന ചെറിയ പൈസയാണെങ്കിലും വലിയ പൈസയാണെങ്കിലും അദ്ദേഹത്തിന് യൂസ് ചെയ്യാമല്ലോ. അത് എന്നോട് പറഞ്ഞത് ഇത് അക്കാഡമിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോൾ കിട്ടുന്ന കാശൊക്കെ അക്കാഡമിക്ക് വേണം, അക്കാഡമിക്കാണ് വേണ്ടത്. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല. എന്നോട് പറഞ്ഞത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് പോകാം, ഷിഹാബോട് പോകുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറയണം. അപ്പോൾ കുറേ ആൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വരും. അപ്പോൾ കൂടുതൽ കുട്ടികളുണ്ടെന്ന് ഷിഹാബ് പറയണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിനാവശ്യമുള്ള നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഫണ്ട് കിട്ടുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഓക്കെ, അങ്ങനെ വലിയൊരു ഫണ്ട് കിട്ടിയിട്ട് ആ ഫണ്ട് അദ്ദേഹം കൊണ്ടുപോകണമെങ്കിൽ ഓക്കെ. ഇത് എൻ്റെ കയ്യിൽ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഓരോ ആൾ എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്ന കാശാണ്. ഏറ്റവും വലിയ പൈസ 20 രൂപയാന്ന് തോന്നുന്നു, ഒരു ദിനാർ 20 രൂപയാന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു 150-200 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു മാനത കൊണ്ട് ഞാനത് എടുത്തിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. പറഞ്ഞു സാർ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, ആളുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഓക്കെ ശരി, നമുക്ക് പ്ലാന്റിലേക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പ്രഹ്ലാദാചാര്യ പറയുന്നു, സാർ അത് ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഷിഹാബിന് കിട്ടിയൊരു കാശല്ലേ, അല്ലാതെ നമുക്ക് വേറെ ആരും തന്നതൊന്നും അല്ലല്ലോ, അത് ഷിഹാബിനെ തിരിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ സോറി എന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. പിന്നെ അത് പറഞ്ഞു 25 കോടിയൊക്കെ ആക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് പിന്നെയല്ലേ തോന്നിയത്. 5 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതിൻ്റെ ഒരു പുകമറ ഇപ്പോഴും കിടപ്പുണ്ട്. ഈ പുകമറ മാറാൻ സത്യത്തിൽ സർക്കാരിൻ്റെ അന്വേഷണം പോലുള്ള സംവിധാനങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഷിഹാബ് ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മനസ്സിൽ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? എൻ്റെ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് എൻ്റെ ഉദ്ദേശം ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പുറമെ നിന്നുള്ള ആളുകൾ എന്താണോ കാണുന്നത്, എന്താണോ മനസ്സിലാക്കുന്നത്, ആ രീതിയിലേക്ക് തന്നെ ഈ സ്ഥാപനം മാറണം. അവിടെ ഇറങ്ങുന്ന കുട്ടികൾക്ക് പഠിച്ചിറങ്ങി സ്വയം ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കണം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. മുതുകാട് സാർ പലപ്പോഴും പറയുന്നത് ലോകം മുഴുവൻ യാത്ര ചെയ്ത് കണ്ട അനുഭവങ്ങളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ലോകം മുഴുവൻ പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷണൽ മെത്തേഡ് യൂസ് ചെയ്യണം. ഈ കുട്ടികളെ തനിച്ചെല്ലാം കൂടി ഒരു കൂട്ടത്തിലല്ല, സാധാരണക്കാരുടെ കൂടെ ഇടപഴകാൻ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം. അവിടെയാണ് ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഞാൻ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് സാധാരണ ആളുകളുമായിട്ടാണ്. പക്ഷേ MR ആയിട്ടുള്ള കുട്ടികളാകുമ്പോൾ എൻ്റെ അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. അവർ ഒരു സ്പെഷ്യൽ ട്രെയിനർ തന്നെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സ്ഥാപനം നടക്കുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് തുടക്കത്തിൽ മുതൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ പോലും ഇല്ലാതെ, ഒരു ന്യൂട്രീഷനെ പോലും ഇല്ലാതെ, ഒരു ഡയറ്റ് പ്ലാൻ പോലും ഇല്ലാതെ, ഈ സമയത്ത് ഭക്ഷണം പോലും കൊടുക്കാതെ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഇതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആ മാറ്റം വരണം. അല്ല, ഈ എഡ്യൂക്കേഷനെ സംബന്ധിച്ചൊക്കെ മുതുകാട് സാറൊക്കെ പറയുന്നത് ഇതേ വാദം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ 2 പക്ഷത്ത് നിന്നാണ് അമ്മമാർ സംസാരിക്കുന്നത്. മുതുകാട് സാറിൻ്റെ അക്കാഡമിയിൽ പോയിട്ട് നിരന്തരമായി നിൽക്കുന്ന അമ്മമാരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഷിഹാബ് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പോലെ അല്ല, 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ കുട്ടികൾ ഷിഹാബ് നേരിട്ട് കാണാത്തത് കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാതെ പോകുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത്. അതിനോടുള്ള പ്രതികരണം? ഞാൻ പോകുന്നതിന് ശേഷമുള്ള അമ്മമാരാണല്ലോ ഇപ്പോൾ വന്ന അനുഭവങ്ങൾ പറയുന്നത്. ഞാനുള്ള സമയത്തുള്ള അമ്മമാരല്ലല്ലോ. അപ്പോൾ ഈ അമ്മമാരുടെ അനുഭവങ്ങൾ കേട്ടിട്ടാണല്ലോ ഞാൻ മറുപടി പറയാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഞാനുള്ള സമയത്ത് മാറ്റങ്ങളില്ലായിരുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ ഈ വിഷയം പുറത്തേക്ക് ഇടാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ അമ്മമാരെ ഒന്ന് പറയുമ്പോഴാണ്. ഈ അമ്മമാർ DSCയുള്ള അമ്മമാരല്ലേ. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അമ്മമാർ അവിടെ നിന്ന് പോരുന്നത്? ഈ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വയനാട് വെച്ച് കണ്ട അമ്മ എന്നോട് എന്തിനാണ് ഇത് പറയേണ്ട ആവശ്യം? അപ്പോൾ മാറ്റങ്ങളില്ലാന്ന് അമ്മമാരല്ലേ പറയുന്നത്, ഷിഹാബല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാറ്റങ്ങളില്ലാന്ന് അമ്മമാർക്ക് മനസ്സിലാവുന്നു. പിന്നെ ഇപ്പോൾ അവിടെയുള്ള കുറച്ച് അമ്മമാരെ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. എത്രയോ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്ത ഭാര്യമാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവിടെ ആത്മഹത്യ ചെയ്യുന്നവർ അവർക്കുള്ള ദുരിതങ്ങളെക്കുറിച്ച് അവർ പറയുന്നില്ല? കാരണം അവർക്ക് വേറെ മാറ്റമില്ല, മാറാൻ പറ്റുന്നില്ല. പോയി കഴിഞ്ഞാൽ വേറെ ഷെൽട്ടറില്ല. ഈ 18-19 വയസ്സുള്ള കുട്ടികളെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളോ ഒന്നും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നതിന് വലിയൊരു കാര്യമാണ്.
അപ്പോൾ കിട്ടുന്നത് അത് മതി. അതിൻ്റെ പേരിൽ ചൂഷണം ഉണ്ടായാലും വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് രാവിലെ പോയി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്നവരെയോ അവർ ഇത്രയും ബുദ്ധിമുട്ട് കൊണ്ട് പുറത്ത് വരുന്നത് വരെയോ അവരവിടെ ഇരിക്കും. അതിനർത്ഥം അവരുടെ സേഫ് ആണെന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നവരെ സേഫ് ആയിരുന്നോ? അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഈ അമ്മമാർ ഇപ്പോൾ ഒന്നും പറയില്ല. സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കുക, ഗവൺമെൻറ് സ്ഥാപനം ഏറ്റെടുക്കുക. ഇതിനേക്കാൾ മനോഹരമായിട്ട് ഈ അമ്മമാരെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് ഗവൺമെൻറ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അമ്മമാരോട് ചോദിക്കൂ എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന്. അല്ലാതെ മുതുകാട് സാറുടെ തണലിൽ നിൽക്കുന്ന അമ്മമാരോട്, മുതുകാട് സാറുടെ പ്രഷറിന് പുറത്ത് കാര്യങ്ങൾ പറയുന്ന അമ്മമാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യക്തമായ ഉത്തരം കിട്ടുക? അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആളുകൾ പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് നമുക്കതിനെ വിമർശിക്കാൻ പറ്റുമോ? അവിടെ നിന്നുകൊണ്ട് വിമർശിച്ച ഒരേ ഒരാളാണ് ഞാൻ. ആ വിമർശിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നത്. ഞാൻ ഒഫീഷ്യലി ഇപ്പോഴും റിസൈൻ ചെയ്തിട്ടില്ല. അതായത് ഷിഹാബിനെ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഷിഹാബിനെ പറഞ്ഞു വിട്ടിട്ടില്ല. ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഷിഹാബിനെ പറഞ്ഞു വിട്ടിട്ടില്ല. എങ്ങനെ ഓർഡർ ഉണ്ടാവുന്നത്? എൻ്റെ ഒഫീഷ്യൽ ടാഗ് എൻ്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ ഒഫീഷ്യലി റിസൈൻ ചെയ്ത് കൊടുത്ത് പോന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പ്രൂഫ് ഉണ്ടാകുന്നത്? ഞാൻ സ്റ്റിൽ അവിടുത്തെ ജോലിക്കാരനാണ്. അവരിറക്കിയതല്ലേ? അവരിറക്കിയതാണെങ്കിൽ ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലല്ലോ. ഞാൻ എന്നെ പുറത്താക്കിയെന്ന് ഞാൻ റിസൈൻ ചെയ്യണ്ടേ? ഞാൻ ഒപ്പിടണ്ടേ? എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരണ്ടേ? എവിടെ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എവിടെ? ഇതെല്ലാം കാണിച്ചിട്ടാണോ ആ മെയിൽ അയച്ചേക്കുന്നത്? ഒരു മെയിൽ ഷിഹാബ് ഞാൻ അദ്ദേഹത്തിന് അയച്ചിട്ടുള്ള മെയിൽ എനിക്ക് അവിടെ ഉണ്ടായ ഇത്രയും പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവനാണ്. ഈ പ്രശ്നമൊക്കെ എനിക്ക് അവിടെ ഉണ്ടായതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ആരോപണങ്ങൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ തെറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്തോളൂ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്തിട്ടാണ് ഞാൻ പോരുന്നത്. 5 വർഷം കൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം പരാതി കൊടുത്തില്ല? ഈ പത്രസമ്മേളനം വിളിച്ച് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു ഡിഫേമേഷന് പരാതി കൊടുക്കുന്നില്ല? മാധ്യമം എന്ന പത്രത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ പറയുന്നത് എന്താണ്? ഷിഹാബുമായി നടപടികൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അദ്ദേഹം നടപടികൾക്ക് ഇത്രയും ദിവസം മാറി നിൽക്കുന്നു? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇത് പുറത്ത് കൊണ്ടുവരാൻ ഇത്രയും ദിവസത്തിൻ്റെ ആവശ്യം എന്താണ്? എന്നെ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാമല്ലോ. ഇത് പുറത്ത് കൊണ്ടുവരാൻ ഇത്ര ദിവസങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ്? ഷിഹാബ് അവിടെ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഷിഹാബ് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ ഷിഹാബ് കൂടെ ചേർന്നുകൊണ്ടാണ് ആ പ്രോഗ്രാം, അതായത് വീൽ ചെയർ ഇല്ലാതെ നടന്നു വരുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തത്. അതൊരു രീതിയിലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ആളിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സർവൈവൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നീടാണ് ഈ പറയുന്നത് അതല്ല എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. അത് ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു പവറായിട്ട് വരാനായിരിക്കും, ഞാൻ കാലുകളില്ലെങ്കിൽ നടക്കുമെന്ന് കാണിക്കാനായിരിക്കും. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരുന്നത്. പക്ഷേ ഒരു ദിവസം വരുന്ന 4 or 5 ഷോകളിലും ഞാൻ ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു TV ഷോയിലേക്ക് ഒരു പ്രാവശ്യം വന്ന് പെർഫോം ചെയ്താൽ മതി. ഞാൻ പലപ്പോഴും TV ഷോയിൽ വീൽ ചെയറില്ലാതെ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അത് ഒരു പ്രാവശ്യമാണ്. ഇത് ഒരു വർഷത്തോളം നിരന്തരം ഇങ്ങനെ നടന്നു തന്നെ വരണമെന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ്. 1 or 2 ദിവസങ്ങൾ ഞാൻ വീൽ ചെയർ എടുത്ത് വരുന്ന സമയത്ത് അത് പറ്റില്ല, ഇങ്ങനെ തന്നെ വരണം, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതല്ലേ, അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് ഒരു മാനസിക പരിഗണന വേണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കണം, ഷിഹാബിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഷിഹാബ് എപ്പോഴും വരണ്ട, ചില പ്രധാന ദിവസങ്ങളിൽ മാത്രം വന്നാൽ മതി. അതിലൂടെ ഞാൻ പറഞ്ഞില്ല, അതിലൂടെ അദ്ദേഹത്തിന് ഒരു ഫണ്ട് കിട്ടുകയും അതിലൂടെ ആ റിസൾട്ട് കുട്ടികൾക്ക് ഉണ്ടാകുകയും ആയിരുന്നു എങ്കിൽ ഈ അമ്മമാരൊന്നും പരാതിയായിട്ട് വരില്ലായിരുന്നല്ലോ. ഞാൻ അദ്ദേഹത്തിന് ചേർന്ന് നിന്ന് കൊടുക്കുമായിരുന്നല്ലോ. അദ്ദേഹത്തിന് വേണ്ടി ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമ്മൾ കുവൈത്തിലേക്ക് പോയിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഷിഹാബ് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാം, ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാന്നുള്ളത്. എനിക്ക് അങ്ങനെ ഉദ്ദേശമായിരുന്നു, എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് പോരാൻ കാരണം ഈ ഒരു സ്ഥാപനം കൊണ്ട് കുട്ടികൾക്ക് വലിയ മാറ്റം ഉണ്ടാവില്ല. ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയേണ്ടത് ഞങ്ങളെപ്പോലുള്ള, ഞാൻ അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ പറയേണ്ടത്. മാജിക് നടത്തി പോകുന്ന ഗോപിനാഥ് മുതുകാട് സാറ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ പോലും സപ്പോർട്ട് ഇല്ലാതെ ഈ ഒരു സ്ഥാപനം എങ്ങനെയാണ് നടത്തി പോകുന്നത്? അദ്ദേഹത്തിന് എന്ത് നോളജാണ് ഇതിനെക്കുറിച്ചുള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഓട്ടിസത്തെ സംബന്ധിച്ചുള്ള അക്കാഡമിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കില്ലേ? അപ്പം സർക്കാർ കൂടെ ഇത് പരിശോധിക്കേണ്ട ഏരിയ അല്ലേ ഈ പറയുന്നതൊക്കെ? തീർച്ചയായിട്ടും. അപ്പം അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചാലല്ലേ നമുക്ക് ഇത്തരം ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുള്ളൂ. അതിലേക്കാണ് അഷീലിലേക്ക് കാര്യങ്ങൾ പോവേണ്ടി വരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സോഷ്യൽ സെക്യൂരിറ്റി മിഷനും അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷീലാണ് അവിടെ ഉള്ളത്. അഷീലല്ല ഇത് കാണുന്നത്. അഷീൽ കൊടുക്കുന്ന റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് പിന്നെ ഗവൺമെൻറ് ആരെങ്കിലും വന്നത് വീണ്ടും അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അഷീൽ. അഷീൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും അവിടെ മുഖ്യമന്ത്രി വന്ന് അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അവിടെയാണ് അവർ സേഫ് ആവുന്നത്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം അറ്റ്ലീസ്റ്റ് എന്നെ വിളിച്ചിട്ട് ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ എന്നോട് നേരിട്ട് കണ്ട് ചോദിക്കണമായിരുന്നു, പരാതി വേണമെന്നെങ്കിലും പറയണമായിരുന്നു.
ഷാബു പരാതി തരുമെന്ന് പറയണമായിരുന്നു. അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുകയാണോ വേണ്ടത്? അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഷിഹാബുദ്ദീനെ പല രീതിയിൽ ആൾക്കാർക്കൊക്കെ അറിയാം. ചില സമയത്ത് ആങ്കറിങ്ങിനൊക്കെ വന്നിട്ടുള്ള രീതിയിലും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പഠിച്ചത് PG വരെ പഠിച്ചു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ ജോലികളാണ് ചെയ്തിരുന്നത്? ഇല്ല, ഞാൻ മെയിനായിട്ട് മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ് ചെയ്തിരുന്നത്. ഞാൻ PG കഴിഞ്ഞ് ഉടനെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ 1-2 പ്രാവശ്യം മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു അതിഥിയായിട്ട് പോകുമ്പോൾ കണ്ട അത്ഭുത ലോകം ഉണ്ടായിരുന്നു. ആ ലോകത്തോടുള്ള വലിയ ഇഷ്ടം തന്നെയാണ് അങ്ങോട്ട് പോകണം എന്നൊരു ചിന്തയിലേക്ക് ഞാൻ എത്തിച്ചത്. അദ്ദേഹം പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചത്. ആ ഒരു സന്തോഷം തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നതും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം അത്ര എക്സ്പേർട്ടല്ല. മാജിക് ഷോ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും, അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ലല്ലോ. ഈ കുട്ടികളുടെ കാര്യത്തിൽ അദ്ദേഹം നടത്തുന്നത് ഒരു വ്യക്തമായ അറിവില്ലായ്മയാണ് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ നിരന്തരം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, നാളെ എനിക്കും അങ്ങനെ കുട്ടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ചൂഷണത്തിനൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുട്ടിയില്ല, എന്നിട്ടും അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തോട് ആരും ചെയ്യാൻ പറഞ്ഞിട്ടില്ല അല്ലേ? അദ്ദേഹം ചെയ്യുന്നതിന് മുമ്പ് ഞാനൊക്കെ ജീവിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 32 വയസ്സായി. അദ്ദേഹം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജീവിക്കുന്നില്ല. പിന്നെ കുറേ പേര് പറയുന്നത് കണ്ടു, ഷിഹാബിനെ മുതുകാട് സാറല്ലേ വളർത്തി വലുതാക്കിയത്, എന്നിട്ട് ഷിഹാബ് ഇങ്ങനെ പറയാൻ പാടുണ്ടോന്ന്. മുതുകാട് സാറ് ഞാൻ കാണുന്നത് ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് 10ാം ക്ലാസ്സൊക്കെ പാസ്സായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ മോട്ടിവേഷൻ പ്രോഗ്രാമിൽ മുതുകാട് സാറും ഞാനും ഗസ്റ്റാണ്. ഒരേ പരിപാടിയിൽ ഞങ്ങൾ 2 പേരും അതിഥികളാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ മുതുകാട് സാർ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ മുതുകാട് സാർ എന്നെ വളർത്തി കൊണ്ടുവന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ധാരണ പോലും തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ സമയം നിൽക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഗുണങ്ങൾ ഒരുപാട് സെലിബ്രിറ്റീസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നിരന്തരം ഇവർ പ്രോഗ്രാം കാണുന്നുണ്ട്, ഇവിടെ മുമ്പിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മുതുകാട് സാർ നമ്മൾ ദൈവമാണെന്നും സാർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. അതിലൂടെ അദ്ദേഹത്തിന് ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വിചാരിച്ചത്. പക്ഷെ ആ ഗുണം ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ സമയത്ത് നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഇത് ഗുണമാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ആലോചിക്കില്ല നമ്മളിത് വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ധാർമ്മികമായി നമുക്കുണ്ട്. അങ്ങനെയും കൂടെ ആലോചിച്ചിട്ടല്ലേ വാർത്താ സമ്മേളനത്തിലേക്ക് പോയത്? ഞാൻ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് പോകുന്നത് ഒരു സുപ്രഭാതത്തിലല്ലോ. 5 6 വർഷത്തോളം 2018 മുതൽ ഞാൻ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കരുതൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്ന റെക്കോർഡുകളൊന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. അതൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുള്ള പോരായ്മകളാണെങ്കിൽ അദ്ദേഹത്തിന് തിരുത്താൻ സമയം ഉണ്ടാവണം എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ അതൊന്നും അന്ന് പറയാതിരുന്നത്. രണ്ടാമത് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതം ഞാൻ വന്ന് പറഞ്ഞാൽ എത്ര പേര് അത് വിശ്വസിക്കുമെന്നുള്ള സംശയമുള്ളത് കൊണ്ടും പേടിയുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എംപവർ എന്ന് പറയുന്ന സെൻറ്റർ തുടങ്ങുന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ, സമയമെടുക്കും, ശരിയാവുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. പേടിയുടെ കാര്യത്തിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, അവിടുത്തെ അമ്മമാരുടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാബ കൂടെ ചേർന്ന് നിന്ന് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ആ സമയത്ത് ഒന്നും ഈ പരാതികളൊന്നും ഉള്ളതായിട്ട് അവർക്ക് അറിയില്ല. ഇല്ലെങ്കിൽ അതൊക്കെ എന്തുകൊണ്ട് ബാബ ഇപ്പോൾ പറയുന്നു എന്ന് ബാബ ഇപ്പോൾ പറയാൻ പാടില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ കള്ളമാണ്. ഈ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ 2018 ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് മുതുകാട് സാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പരാതികൾ തന്നെയാണ് അന്നും പറയുന്നത്. അമ്മമാരുണ്ടായിരുന്നോ? ഇല്ലല്ല, ഞാൻ തനിയെ പറയുന്നത്. ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുതുകാട് സാർ അറിയിക്കുന്നു. അതുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ അന്നേ പറയുന്നുണ്ട്. അന്നേ ഞാൻ കൊടുത്ത പരാതിയിൽ അതുണ്ടല്ലോ. ഇപ്പം പറയുന്ന പരാതിയല്ലല്ലോ. ഈ അമ്മമാരെ പറയുന്നത് ശരിയല്ല. കാരണം അന്നേ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന് മെയിൽ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ തരാം. 2018 ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ലെ ഇന്ന് പറയുന്നില്ലല്ലോ. മുതുകാട് സാറും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാലമില്ലാത്ത പരാതികൾ വരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അന്നും പറഞ്ഞത്. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ പറയുള്ളൂ. എനിക്ക് പുതിയത് ആഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ആഡ് ഓൺ ചെയ്ത് അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാൻ ആ പരാതി അന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമറയുടെ മുന്നിൽ ഒരു സ്വഭാവമാണ് കുട്ടികളോട്, ക്യാമറയുടെ പിന്നിൽ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞതിന് നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ? തെളിവുകളല്ലേ, നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പലപ്പോഴും നമ്മളെ തന്നെ അദ്ദേഹം കൂടുതൽ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന പോലെ ആ ഒരു സ്നേഹം പലപ്പോഴും ക്യാമറ ഇല്ലാത്ത സമയത്ത് നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തെ കാണാൻ പോലും ചില സമയത്ത് നമുക്ക് പറ്റുന്നില്ല. ഒരുപാട് തവണ വിളിക്കുമ്പോൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അതിന് പകരം ക്യാമറ ഉണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും. അദ്ദേഹം നമ്മുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, കുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ണിൽ കാണുന്നതല്ലേ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് തുടക്കം മുതൽ തന്നെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടാൻ എനിക്ക് പറ്റില്ലല്ലോ. എൻ്റെ സ്ഥാപനമാണ്. ഈ അവസാനത്തെ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യപ്പെടാനുള്ള കാരണം അവസാനം ഈ ഒരു സ്ഥാപനത്തിൻ്റെ രീതി മനസ്സിലാവുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇത് തെളിവ് സഹിതം കാണിക്കണമെങ്കിൽ കുറച്ച് പ്രൂഫുകൾ വേണം.
അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളിതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്, ഉം. ഈ കോഡ് റെക്കോർഡൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ അവിടുന്ന് തന്നെ പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നത്. അദ്ദേഹം ചിലപ്പോൾ പറയും പുറത്ത് പോയിട്ട് വീഡിയോ പിന്നീട് ഷൂട്ട് ചെയ്തു, അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാജിക് പ്ലാനറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബോർഡ് കാണുന്ന ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവർ പറയുന്ന പോലെ കുട്ടികൾ ചീത്ത പറയുന്നതൊക്കെ മുൻകൂട്ടി നാളെ വിളിച്ച് പറഞ്ഞിട്ട് ഷാബെ നാളെ നമ്മൾ ദേഷ്യപ്പെടും, നാളെ നമ്മൾ കുട്ടികളെ സ്നേഹിക്കും, നീ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തൊന്നും തലേ ദിവസം പറയില്ലല്ലോ. കാണിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഏത് വീഡിയോ അവിടെ ഷൂട്ട് ചെയ്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട് തീർച്ചയായും. ഞാനത് ഓൾറെഡി ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വന്നാലും പ്രതിരോധിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതെൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഒരു ഓഡിറ്റിംഗ് കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്? ഒരിക്കലും അല്ല. ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തമായി ഇതിനെക്കുറിച്ച് പഠനങ്ങൾ വേണം, അനലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള അനാലിറ്റിക്സ് വേണം, അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളുടെ റിപ്പോർട്ടുകൾ വേണം, ഈ കുട്ടികളുടെ സ്റ്റാറ്റസിനെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കുള്ള സ്റ്റഡി വേണം. എങ്കിൽ മാത്രമേ കുട്ടികൾ മാറുള്ളൂ. ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ 100 മനോഭാവമായിരിക്കും. ആ 100 കുട്ടികൾക്ക് 100 രീതികളായിരിക്കും. അപ്രോച്ച് ചെയ്യുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണ രീതികൾ വ്യത്യാസം ഉണ്ടാവും. ഒരു അമ്മ പറയുന്നത് കേട്ടോ, എല്ലാ കുട്ടികൾക്കും വൈകുന്നേരം ബിസ്ക്കറ്റ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അത് കുറേ പേര് പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താ അത് ബിസ്ക്കറ്റ് ഒക്കെയാണ് വലിയ പ്രശ്നമെന്ന്. പക്ഷേ എല്ലാ കുട്ടികൾക്കും എന്നത് കൊടുക്കാൻ പറ്റുന്ന കുട്ടികളായിരിക്കില്ല. അവരൊരു ന്യൂട്രീഷൻ പ്ലാൻ ഉണ്ടാവണം, ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവണം, അതിനെക്കുറിച്ച് പറയുന്ന ന്യൂട്രീഷൻ ഉണ്ടാവണം. ഇതൊക്കെ ചെറിയ കാര്യമല്ല. ഇതൊക്കെ ഇതിനൊന്നും അറിയാത്ത ആളുകൾക്ക് ഇതൊക്കെ വലിയ സംഭവമാണോ, ബിസ്ക്കറ്റ് കൊടുത്തു പ്രശ്നമാണോ, മറ്റേ പഴംപൊരി കൊടുത്തു എന്നുള്ള പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട സ്ഥാപനമാണ്. വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ്. ഞാനോ നിങ്ങളോ അല്ല. എനിക്ക് 2 മണിക്കോ 3 മണിക്കോ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം എത്രയാണ്? 3:30. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞാൻ. പക്ഷേ എനിക്ക് 3:30 കഴിഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയും. അതുപോലെ ആയിരിക്കില്ല ഓട്ടിസമുള്ള സെറിബ്രൽ പാൾസിയുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭക്ഷണം കഴിയും, 3 മണിയോ 4 മണി വരെ ഭക്ഷണം കഴിക്കാതെ പറ്റും. അതുപോലെയല്ല, അതുപോലെ വളരെ ലഘൂകരിച്ച് കാണാൻ പറ്റില്ല ഈ വിഭാഗത്തെ. ഞാൻ പറയും എന്നെ പോലെ എല്ലാവരും അവർ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന കുട്ടികളാണ്. അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നതിന് പകരം എന്നോട് ഷൗട്ട് ചെയ്തിട്ടോ എന്നെ നിർബന്ധമായിട്ട് പുറത്താക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കും മിസ്റ്റർ ഗോപിനാഥ് മുതുകാട്. വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ ഇത്രയും കാലം മുതുകാട് സാർ എന്ന് വിളിച്ചിരുന്നത് അതേ ഞാൻ തന്നെ പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കൂ. വ്യക്തിപരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അവിടെയാണ് നിങ്ങളുടെ പ്രായത്തിൻ്റെ പക്വത നിങ്ങൾ കാണിക്കേണ്ടത്. അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോഴും പല കാര്യങ്ങളും പുകമറയ്ക്കുള്ളിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സത്യം മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു അന്വേഷണം നടക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത്.